ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അന്നേരം നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു പൂരിയാണ് കേട്ടോ, മസാല പൂരിയാണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു അരക്കപ്പ് അളവിൽ റവയാണ് എടുത്തിട്ടുള്ളത്. അത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ടൊരു ബൗളിലേക്ക് ആ പൊടി മാറ്റുന്നുണ്ട്. പിന്നീട് ആ പൊടിയിലേക്ക് കുറച്ച് ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇളം ചൂടുവെള്ളം ഒഴിച്ച് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. എന്നിട്ട് നമ്മൾ ഒരു പുഴുങ്ങിയ ഉരുളൻകിഴങ്ങിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ, അല്ലെങ്കിൽ ഒരു ചെറിയ ഉരുളൻകിഴങ്ങ് എടുത്താലും മതിയായിരിക്കും. ഇത് നല്ല രീതിയിലൊന്ന് ചോപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇതിങ്ങനെ ചോപ്പ് ചെയ്യുന്നത് കട്ടകളൊന്നും ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഒന്ന് ചോപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട്. പിന്നീട് നമ്മളത് റവയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് കുറച്ച് ചില്ലി ഫ്ലേക്സ്, പിന്നീട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് നല്ല രീതിയിലൊന്ന് പേസ്റ്റാക്കി എടുക്കുന്നുണ്ട്. അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് അല്പം കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. എന്നിട്ടിനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഗോതമ്പ് പൊടിയാണ്. ഗോതമ്പ് പൊടി നമ്മൾ പൂരിക്കൊക്കെ കുഴയ്ക്കുന്ന ആ ഒരു പരുവമുണ്ടല്ലോ, ആ പരുവത്തിൽ അതാവുന്നിടം വരെ നമ്മൾ ഗോതമ്പ് പൊടി ഇട്ട് നല്ല രീതിയിൽ കുഴച്ചെടുക്കുന്നുണ്ട്. ഇടയ്ക്ക് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു സ്പൂൺ എണ്ണ മതിയാവും. അതും ചേർത്ത് നല്ല രീതിയിൽ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ചെറിയ ബോൾസുകളാക്കി എണ്ണയ്ക്കകത്ത് മുക്കിയ ശേഷം നമ്മൾ പരത്തിയെടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ പരത്തി നമ്മൾ എടുക്കുന്നുണ്ട്. പിന്നീട് ഞാൻ കുറച്ച് എണ്ണ ഒരു ചീനിച്ചട്ടിയിൽ വെച്ചിട്ടുണ്ട്. ചൂടാവുന്ന സമയത്ത് ഇത് ഓരോന്ന് പരത്തി നമ്മൾ ആ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല രീതിയിൽ പപ്പടം പൊങ്ങുന്ന പോലെ പൊങ്ങി വരും. അതുപോലെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കേട്ടോ. ഉരുളൻകിഴങ്ങ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഗ്യാസിൻ്റെ വിഷയങ്ങളൊന്നും വരത്തില്ല. നമ്മൾ കായവും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ടുണ്ട്. അതിന് നല്ല ടേസ്റ്റാണ്. ഇതിന് പ്രത്യേകിച്ച് കറികളൊന്നും വേണമെന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചട്നിയൊക്കെ മതിയായിരിക്കും. അന്നേരം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി നല്ല വീഡിയോസായിട്ട് വരുന്നുണ്ടെങ്കിൽ താങ്ക് യു, ബൈ.